വേനലവധി കഴിഞ്ഞ് 9 മക്കൾ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകാനിറങ്ങുന്ന കാഴ്ചയുടെ സന്തോഷത്തിലാണ് കൊട്ടിയൂരിലെ പോളൂർ സന്തോഷും ഭാര്യ രമ്യയും. ഇനി ഈ 9 പേർ ഒന്നിച്ച് ഇത്തരമൊരു സ്കൂളിൽ പോക്ക് ഉണ്ടാവില്ല. കാരണം മൂത്ത മകൾ ഈ വർഷം +2 പൂർത്തിയാക്കുന്നതോടെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറി ഉന്നത പഠനത്തിനായി പോകും. ഇളയ മകൾക്ക് പ്രായം വെറും 3.5 മാസം മാത്രമാണ്. മൂത്ത മകൾ ആൽഫിയ ലിസബത്ത് കൊട്ടിയൂർ IGM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകൾ ആഗ്നസ് മരിയയും മൂന്നാമത്തെ മകൾ ആൻ ക്ലെറിനും അതേ സ്കൂളിലെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. അതിന് താഴെയുള്ള അസിൻ തെരേസ 6ലും, ലിയോ ടോം 4ലും, ലെവൻസ് ആന്റണി 2ാം ക്ലാസ്സിലും, കാതറിൻ ജോക്കിമ UKGയിലും പഠിക്കുന്നു. വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള തലക്കാണി ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇവർ 4 പേരും പഠിക്കുന്നത്. ഇവരുടെ ഇളയ ഇരട്ട സഹോദരിമാരായ ജിയോവാന മരിയയും ജിയന്ന ജോസഫിനെയും അടുത്തുള്ള അങ്കണവാടിയിലും പോകും. കഴിഞ്ഞ 2 മാസമായി താലോലിക്കാനും കൂട്ടിരിക്കാനും ഉണ്ടായിരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് മുതൽ ടാറ്റ പറഞ്ഞ് റോഡിലൂടെ സ്കൂളിലേക്ക് പോകുന്നത് വീടിന്റെ പടി കടന്ന് കൗതുകത്തോടെ നോക്കിയിരിക്കും 3 മാസം മാത്രം പ്രായമുള്ള ഇളയ മകൾ അന്ന റോസിയ. വേനലവധി കഴിഞ്ഞ് 9 പേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത് കൗതുകത്തോടെയാണ് പലരും നോക്കുന്നത്. തന്റെ ചെറുപ്പത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളും കുട്ടികളുടെ സന്തോഷവും കൗതുകത്തോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്നുണ്ടെന്ന് പിതാവ് സന്തോഷ് പറയുന്നു. ഈ വർഷമാണ് അവസാനമായിട്ട് ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത്. ഈ വർഷം കഴിയുമ്പോൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പൊ ഇപ്പം മൂത്തയാള് +2ലാണുള്ളത്. +2 കഴിഞ്ഞ് അടുത്ത വരുമ്പോഴത്തേക്കും കുഞ്ഞവള് ഇപ്പം 3.5 മാസമാണ്. അപ്പൊ അവള് സ്കൂളിൽ പോകാനായിട്ടാവില്ല. അപ്പൊ ഈ വർഷമാണ് ഈ 9 പേര് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സമയമാണ്. എല്ലാവരും കൂടെ സ്കൂളിൽ പോകുന്നതിന്റെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഇത്രയും പേര് പോകുമ്പോഴും ഞങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. മക്കൾ എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നും മികച്ച പഠനമാണ് ലഭിക്കുന്നതെന്നും സന്തോഷ് പറയുന്നു. ഇളയ മോൾ സ്കൂളിൽ പോകാൻ പ്രായമാകുമ്പോഴേക്കും മൂത്തവർ സ്കൂൾ പഠനം കഴിഞ്ഞു പോകും എന്നതിനാൽ ഈ വർഷത്തെ അധ്യയന വർഷം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണെന്ന് സന്തോഷ് പറയുന്നു. മലയോരത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയാണ് പിതാവായ PJ സന്തോഷ്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം.